ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എല്ലാവർക്കും ഒട്ടാക്കു കേരള അനിമയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അപ്പം ഇന്ന് ഡീമൺ സ്ലെയറിന്റെ പുതിയൊരു റിയാക്ഷൻ വീഡിയോ ആണ്. കാരണം ഡീമൺ സ്ലെയറിന്റെ പുതിയൊരു സീസൺ വരാറായി. ഇൻഫിനിറ്റ് കാസിലാണ്, ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റ് കാസിലാണ്. ലാസ്റ്റ് സീസൺ ഇറങ്ങിയെന്ന് വെച്ചാൽ ഏതായിരുന്നു, ഹാഷിറ ആർക്ക്, ഡീമൺ സ്ലെയർ ഹാഷിറ ആർക്കായിരുന്നു. അതിലെന്ന് വെച്ചാൽ നമ്മളെ ടാഞ്ചിലോയും അവരുടെ ഫ്രണ്ട്സും എങ്ങനെ അവരുടെ സീനിയേഴ്സിന്റെ അടുത്തുനിന്ന് ആ പരിശീലനം, ആ ആയോധന കല അവരെങ്ങനെ പഠിക്കുന്നു എന്നുള്ള ഒരു ആർക്കായിരുന്നു അത്. എന്ന് വെച്ചാൽ അത് അടിപൊളി ആർക്കായിരുന്നു, ഒരു രക്ഷയില്ല. അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഡീമൺ സ്ലെയറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിന്റെ അനിമേഷനും കാര്യങ്ങളും ഫൈറ്റിങ്ങും എല്ലാം പക്കയായിരുന്നു. ഒന്നും പറയാനില്ല, എല്ലാം ഓക്കെയാണ്. അടിപൊളിയാണ് ആ ഫൈറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ബാക്കിയുള്ള അനിമയിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് ആ ഫൈറ്റിങ്ങും ആ അനിമേഷനും പക്ക ക്ലാരിറ്റിയാണ്. അപ്പം ഇനി ഇറങ്ങാൻ പോകുന്നത് 3 മൂവീസാണ്. സോ അതിൽ ഒരു മൂവിയാണ് ഇൻഫിനിറ്റ് കാസിലിന്റെ ഒരു പാർട്ട്. അപ്പം അവിടെ നമുക്ക് അവരുടെ ഓരോ ഡീമൺസിന്റെ, ഓരോ നമ്പേർഡ് ഡീമണിന്റെ അടിയും അവരെ ഇതുമൊക്കെയാണ് നമുക്ക് ഇനി അടുത്ത കാണാനുള്ളത്. സോ ലാസ്റ്റ് സീസൺ ഒരു പൊളി എൻഡിങ്ങിൽ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. കഗയ എന്ന നമ്മളെ മാസ്റ്റർ, നമ്മളെ ഡീമൺ സ്ലെയറിന്റെ മാസ്റ്റർ സ്വന്തം ജീവൻ പണയം വെച്ച് അവനെ മുസാൻ കിബുട്സൂജിയെ കൊല്ലാനായിട്ട് നോക്കിയായിരുന്നു. പക്ഷേ അത് നടന്നില്ല. കിബുട്സൂജി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു എനിമി തന്നെയാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അതിന്റെ റീജനറേഷൻ ഒക്കെ എബിലിറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു എബിലിറ്റി തന്നെയാണ്. വെച്ചാൽ ഒരു രക്ഷയില്ല. ആ വില്ലനൊക്കെ അടിപൊളിയാണ്. അപ്പം ഇൻഫിനിറ്റി കാസിലിൽ അടുത്തുള്ള അടി നമുക്കിനി കാണാം. അപ്പം അതിൻ്റെ ആ ഒരു ട്രെയിലറാണ് നമുക്കിനി ഇന്ന് അതിൻ്റെ റിയാക്ഷൻ ആയിരിക്കും. സോ ഗൈസ്, പുതിയ ഡീമൺ സ്ലെയറിൻ്റെ ആർക്ക് വരാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. എനിക്കറിയാം നിങ്ങളും വെയിറ്റിംഗ് ആണെന്ന്. സോ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ഓക്കെ ഗൈസ്. സോ ഗൈസ്, നമ്മുടെ ആ ഒരു ഇത് തുടങ്ങിയിരിക്കുന്നു. തുടക്കം തന്നെ പൊളിയാണല്ലോ. പ്രേതത്തിന്റെ മ്യൂസിക് ആണ് കാണല്ലാടെ. ഒരു രക്ഷയില്ല കേട്ടാ. ഒരു തുടക്കം തന്നെ ഒരു ഭയങ്കര ആംബിയൻസ് ഇട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, പോകുന്നുണ്ട് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഇതാ ഇൻഫിനിറ്റി കാസിലാണ്. അതുകൊണ്ടാണ് കുറെ പോകുന്നത് കേട്ടാ. എന്തോ ഒരു രാജ്യം തന്നെ കണ്ടിട്ടുണ്ടോ? അത് കൊള്ളാല്ലേ. വന്ന് ക്യാരക്ടേഴ്സ് ഒക്കെ വന്ന് എവളാടി സൂപ്പറാണ് കേട്ടാ. ഓരോ ക്യാരക്ടേഴ്സിനെയൊക്കെ ആദ്യം കാണിക്കണം ഇതിൽ ട്രെയിലറിൽ. നമ്മൾ ടാഞ്ചിരോ ടാഞ്ചിരോ ലാസ്റ്റ് ആ വീടുന്ന രംഗങ്ങളെല്ലാം കാണിച്ചേക്കുന്നത്. ഓക്കേ, കൊള്ളാം അടിപൊളി. ഒരു രക്ഷയില്ല. ട്രെയിലർ അടിപൊളി തന്നെ, ഇൻഫിനിറ്റി കാസിൽ. അപ്പം ഇനിയുള്ള ഒരു ഇത് ഇൻഫിനിറ്റി കാസിലിന്റെ റിലീസ് ഡേറ്റ് എന്നാണ് എന്നുള്ള ഒരു അനൗൺസ്മെന്റ് നമുക്ക് കിട്ടി. സെപ്റ്റംബറിലാണ് അത് റിലീസ് ഡേറ്റ്. അപ്പം അത് ഉടനെ ഉണ്ടാവും. എല്ലാ തിയേറ്ററിലായിരിക്കും ഫസ്റ്റ് അത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് ലാസ്റ്റ് എൻഡിങ് കൊണ്ടു നിർത്തിയത് ഹാഷിറ ആർക്കിൽ. എല്ലാരും ഉണ്ട്. ലാസ്റ്റ് എൻഡിങ് ആയിരുന്നത്. ഒരു രക്ഷയില്ല. ഗ്യാസിലാട്ടാ അടിപൊളി തന്നെ കേട്ടാ.
അങ്ങ് കുറെ ഉണ്ട് ഡീമൺസ്. അപ്പോൾ നമ്മുടെ സെപ്റ്റംബർ 12 ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റ് കാസിലിന്റെ ഫസ്റ്റ് മൂവി ഇറങ്ങും. സോ എല്ലാവരും പോയി കാണണം. സോ എൻജോയ് ചെയ്യണം എന്നുവെച്ചാൽ മിസ്സാക്കരുത്. അനിമെ കാണാനായിട്ട് ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഡീമൺ സ്ലെയർ, വൺ പീസ്, പിന്നെ അറ്റാക്ക് ഓൺ ടൈറ്റൻസ്, ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത അനിമയാണ്. സോ നിങ്ങൾ പോയി കാണുക. പിന്നെ അതുപോലെ തന്നെ കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല, ബ്ലാക്ക് ക്ലോവർ എന്നൊക്കെ ഉള്ള ഒരു അനിമയുണ്ട്. എൻ്റെ പൊന്നോ, അതും ഒരു രക്ഷയില്ലാത്തൊരു അനിമയാണ്. ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ പുതിയ എന്തെങ്കിലും അനിമ വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഞാൻ അത് പറഞ്ഞ ഇഷ്ടംപോലെ അനിമ കാണുന്ന ഒരാളാണ്. സോ ഏതെങ്കിലും ഒരു അനിമ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള, ഇപ്പം റിവെഞ്ച് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫൈറ്റിങ്, അല്ലെങ്കിൽ ഈസക്കായി, അല്ലെങ്കിൽ വേറെ നല്ല നല്ല സ്റ്റോറീസുള്ള അനിമ എനിക്കറിയാം. സോ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിനനുസരിച്ചിട്ട് ഉള്ള അനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. അടിപൊളി അനിമയായിരിക്കും. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് നമ്മളെ ഈ ഡീമൺ സ്ലെയറിന് വേണ്ടി നമുക്കത് വെയിറ്റ് ചെയ്യാം എന്നാണെന്ന്. ഓക്കെ ഗായ്സ്, സെപ്റ്റംബർ 12 നമുക്ക് എല്ലാവർക്കും കാണാം. ബൈ ബൈ.